നമസ്കാരം. ആദ്യ വാർത്ത ആരംഭിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. 6 സിറ്റിംഗ് എംപിമാർ, 4 എംഎൽഎമാർ, 2 ജില്ലാ സെക്രട്ടറിമാർ, 2 വനിതകൾ എന്നിവർ ഉൾപ്പെടുന്നതാണ് സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക. പൊന്നാനിയിൽ PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തിനും അംഗീകാരം നൽകും. ഒടുവിൽ പൊന്നാനിയിൽ സിപിഎം PV അൻവർ എന്ന പേരിൽ തന്നെ എത്തിച്ചേർന്നു. വിജയസാധ്യതയിൽ സംസ്ഥാന നേതൃത്വം സംശയം പ്രകടിപ്പിച്ച പേര് തന്നെ മണ്ഡലം കമ്മിറ്റി വീണ്ടും നിർദ്ദേശിച്ചു. ഇന്ന് രാവിലെ ചേരുന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റ് അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കും. ശേഷം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ലഭ്യമായതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി പട്ടികയുമായാണ് സിപിഎം ഇത്തവണ തെരഞ്ഞെടുപ്പിനിറങ്ങുന്നത്. UDFന്റെ സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുക്കാൻ 4 MLAമാരെയാണ് സിപിഎം രംഗത്തിറക്കുന്നത്. ആറന്മുള MLA വീണ ജോർജ് പത്തനംതിട്ടയിലും, അരൂർ MLA AM ആരിഫ് ആലപ്പുഴയിലും, കോഴിക്കോട് നോർത്ത് MLA A പ്രദീപ് കുമാർ കോഴിക്കോട്ടും, നിലമ്പൂർ MLA PV അൻവർ പൊന്നാനിയിലും മത്സരിക്കും. CPIയുടെ പട്ടികയിലും 2 MLAമാരുണ്ട്. C ദിവാകരനും ചിറ്റയം ഗോപകുമാറും. സംഘടനാ രംഗത്തു നിന്നും പ്രമുഖർ സിപിഎം പട്ടികയിൽ ഇടം പിടിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ P രാജീവും KN ബാലഗോപാലും. രാജീവ് എറണാകുളത്തും ബാലഗോപാൽ കൊല്ലത്തുമാണ് ജനവിധി തേടുന്നത്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജനെ വടകരയും, കോട്ടയം ജില്ലാ സെക്രട്ടറി VN വാസവനെ കോട്ടയവും പിടിച്ചെടുക്കാനാണ് സിപിഎം നിയോഗിക്കുന്നത്. പട്ടികയിലെ വനിതാ പ്രാതിനിധ്യം PK ശ്രീമതിയിലും വീണ ജോർജിലും ഒതുങ്ങി. CPI സ്ഥാനാർത്ഥികളെ ദേശീയ നേതൃത്വം ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. മുന്നണിയുടെ മണ്ഡലം കൺവെൻഷനുകൾ മറ്റന്നാൾ ആരംഭിക്കും. ആദ്യ കൺവെൻഷൻ പാലക്കാടാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. പൊന്നാനിയിൽ ഇടതിനായി PV അൻവർ തന്നെ കളത്തിലിറങ്ങും. പഴയ കോൺഗ്രസ് പാരമ്പര്യവും മതസംഘടനകളുമായുള്ള അടുപ്പവുമാണ് അൻവറിന് തുണയായത്. CPM സംസ്ഥാന നേതൃത്വം അൻവറിന്റെ പേര് മാറ്റിവെച്ചിട്ടും ജില്ലാ നേതൃത്വം അദ്ദേഹത്തിനൊപ്പമായിരുന്നു. കോൺഗ്രസിന്റെ അടിയുറച്ച മണ്ഡലമായ നിലമ്പൂരിൽ അട്ടിമറി വിജയം നേടിയ അൻവർ പൊന്നാനിയിലും അത്ഭുതം തീർക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടത് മുന്നണി. ജില്ലയിലെ പ്രമുഖ നേതാക്കളെല്ലാം അൻവറിനെ പിന്തുണച്ചതും സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ച V അബ്ദുറഹ്മാനും നിയാസ് പുളിക്കലകത്തും പിന്മാറിയതും അൻവറിന് തുണയായി. ഒരു ഘട്ടത്തിൽ PT കുഞ്ഞുമുഹമ്മദിന്റെയും ഫസൽ ഗഫൂറിന്റെയും പേരുകൾ വരെ പറഞ്ഞു കേട്ടെങ്കിലും അന്തിമ ലിസ്റ്റിൽ തെളിഞ്ഞത് അൻവറിന്റെ പേര് മാത്രം. കോൺഗ്രസിന് വേരോട്ടമുള്ള മണ്ഡലത്തിലെ ET വിരുദ്ധ വികാരം പഴയ കോൺഗ്രസുകാരനായ അൻവറിലൂടെ മുതലാക്കാനാണ് LDF ശ്രമം. AP വിഭാഗത്തോട് അടുപ്പം സൂക്ഷിക്കുന്ന അൻവറിനോട് EK വിഭാഗത്തിന് വലിയ എതിർപ്പില്ല എന്നതും ശ്രദ്ധേയം. 2014 വയനാട് മണ്ഡലത്തിൽ സ്വതന്ത്രനായി അംഗം വെട്ടിയ അൻവർ 4ാം സ്ഥാനക്കാരനായിരുന്നു. പക്ഷേ ഈ പോരാട്ടത്തിന് തുടർച്ചയിൽ 2016 അദ്ദേഹം നിലമ്പൂർ പിടിച്ചു. വയനാട് മണ്ഡലത്തിലും അൻവറിന്റെ സ്വാധീനം ഗുണം ചെയ്യുമെന്ന് പാർട്ടി വിലയിരുത്തുന്നു. പൊന്നാനി മണ്ഡലത്തിലെ 7ൽ 3 ശക്തമായ അടിത്തറയുള്ള CPM അൻവറിലൂടെ ലക്ഷ്യമിടുന്നത് മറുവിഭാഗത്തിന്റെ വോട്ടുകൾ തന്നെ. അതേസമയം അൻവറിനെതിരായ ഭൂമി കയ്യേറ്റ അനധികൃത നിർമ്മാണ ആരോപണങ്ങൾ പ്രതിരോധിക്കുക എന്നത് CPMന് വെല്ലുവിളി തന്നെയാകും. പ്രതിസന്ധി ഘട്ടത്തിലും പാർട്ടി തന്നെ വിശ്വസിക്കുന്നു എന്നത് നൽകുന്ന ആത്മവിശ്വാസം PV അൻവറിനുമുണ്ട്. ലീഗിന്റെ പൊന്നാപുരം കോട്ട തകർക്കാൻ അൻവർ ഇറങ്ങിയാൽ ഒരു കാര്യമുറപ്പ്, പൊന്നാനിയിലേത് തീപാറും പോരാട്ടമാകും. CV അനുമോദ്, ന്യൂസ് 18 മലപ്പുറം. ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും KC വേണുഗോപാലും മത്സരിക്കുന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ മനസ്സറിയാൻ സംസ്ഥാന നേതൃത്വം. MLAമാർ ലോക്സഭയിലേക്ക് മത്സരിക്കേണ്ട എന്ന നിർദ്ദേശത്തിൽ കേരളത്തിൽ ഇളവ് ചോദിക്കാനും തീരുമാനമായി. പട്ടിക തയ്യാറാക്കാനായി മുതിർന്ന നേതാക്കൾ ഇന്ന് ചർച്ച നടത്തും. AICC ജനറൽ സെക്രട്ടറിമാരായ ഉമ്മൻചാണ്ടിയും KC വേണുഗോപാലും, KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഇവരിൽ ആരൊക്കെ മത്സരിക്കുമെന്നതിൽ മുതിർന്ന നേതാക്കൾക്കടക്കം വ്യക്തതയില്ല. ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളിയും മത്സരത്തിനില്ലെന്ന നിലപാടിലാണ്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയതിനാൽ രാഹുൽ ഗാന്ധി പറയുന്നതനുസരിച്ചാവും വേണുഗോപാലിന്റെ തീരുമാനം. മത്സരിക്കാൻ നിർദ്ദേശിച്ചാൽ മുല്ലപ്പള്ളിയും KC വേണുഗോപാലും സിറ്റിംഗ് സീറ്റുകളിലും, ഉമ്മൻചാണ്ടി ഇടുക്കിയിലുമാകാനാണ് സാധ്യത. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ വരും. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ മികച്ച സ്ഥാനാർത്ഥികളായിരിക്കും. ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ പേയ്മെന്റ് സീറ്റുകാരുണ്ടാവില്ല. ഞങ്ങളുടെ CBI ചാർജ് ഷീറ്റ് ചെയ്ത് കൊലപാതകത്തിന് ചാർജ് ഷീറ്റ് ചെയ്ത ആളുകൾ ഉണ്ടാവില്ല. കൊലപാതകികൾ ഉണ്ടാകില്ല. ഞങ്ങളെല്ലാം പൊതുസമ്മതരായ സ്ഥാനാർത്ഥികളായിരിക്കും ഞങ്ങളുടേത്. MLAമാരെ പരിഗണിക്കേണ്ടതില്ലെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിനായി ഇളവ് ചോദിക്കും. സിറ്റിംഗ് MPമാരിൽ KV തോമസിന് പകരം ഹൈബി ഈഡനെ മത്സരിപ്പിക്കാനും കേരള നേതാക്കൾക്ക് താൽപ്പര്യമുണ്ടോ? സമയം അനുവദിച്ചാൽ പ്രധാന നേതാക്കൾ തിങ്കളാഴ്ച രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. R കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി യോഗം ഇന്ന് കോഴിക്കോട് ചേരും. രാവിലെ 10 മണിയോടെ ലീഗ് ഹൌസിലാണ് യോഗം. 3ാം സീറ്റ് സംബന്ധിച്ച ഉഭയകക്ഷി ചർച്ചയുടെ വിശദാംശങ്ങൾ നേതാക്കൾ യോഗത്തെ അറിയിക്കും. 3ാം സീറ്റ് വിട്ടു നൽകാതിരിക്കാൻ കോൺഗ്രസ് അറിയിച്ച കാരണങ്ങൾ നേതാക്കൾ യോഗത്തിൽ അവതരിപ്പിക്കും. യോഗത്തിന് ശേഷം
മൂന്നാം സീറ്റ് വിഷയത്തിൽ പാർട്ടി നിലപാട് നേതാക്കൾ പ്രഖ്യാപിക്കും. മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടിയും പൊന്നാനിയിൽ ET മുഹമ്മദ് ബഷീറും മത്സരിക്കാനുള്ള തീരുമാനത്തിന് പ്രവർത്തക സമിതിയുടെ അനുമതി വാങ്ങുകയും ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും വാരണാസിയിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാൻ BJP പാർലമെന്ററി ബോർഡ് യോഗത്തിൽ തീരുമാനം. പുൽവാമ ആക്രമണത്തിന് ശേഷമുള്ള സാഹചര്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ അനുകൂല ഘടകങ്ങളാക്കി മാറ്റണമെന്നും യോഗം നിർദ്ദേശിച്ചു. മോദിയെ വാരണാസിയിൽ നിന്നും മത്സരിപ്പിക്കുന്നതിലൂടെ ഹിന്ദി ഹൃദയഭൂമികയിൽ മുന്നിലെത്താമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. രണ്ടാം തവണയും മോദിയെ വാരണാസിയിൽ നിന്നും മത്സരിപ്പിക്കുന്നതിലൂടെ ഉത്തർപ്രദേശിലാകെ BJP അനുകൂല തരംഗം സൃഷ്ടിക്കാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. പ്രിയങ്ക ഗാന്ധിയെ ഇറക്കി കോൺഗ്രസ് പ്രചാരണം ആരംഭിച്ചതിലൂടെ ലഭിച്ച മേൽക്കൈയും SP-BSP സഖ്യമുയർത്തുന്ന വെല്ലുവിളികളും മറികടക്കാൻ മോദിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കഴിയുമെന്നാണ് പാർട്ടി കരുതുന്നത്. കഴിഞ്ഞ തവണ വാരണാസിയെ കൂടാതെ ഗുജറാത്തിലെ വഡോദരയിൽ നിന്നും മോദി ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. വഡോദരയിൽ വീണ്ടും മോദി മത്സരിക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷമുള്ള സാഹചര്യമുയർത്തി രാജ്യസ്നേഹം തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചാരണ അജണ്ടയാക്കും. വികസനം, ദേശീയത ഇത് രണ്ടുമാകും അധികാര തുടർച്ചയ്ക്കുള്ള BJPയുടെ മുദ്രാവാക്യങ്ങൾ. എല്ലാ പ്രചാരണ യോഗത്തിലും ഇവ രണ്ടും ആവർത്തിക്കാനും പാർലമെന്ററി ബോർഡ് യോഗത്തിൽ തീരുമാനമായി. കാലാവധി പൂർത്തിയാക്കിയ MPമാരുടെ അഭിപ്രായങ്ങൾ ബോർഡ് പരിഗണിച്ചു. വിജയസാധ്യതയുള്ള രാജ്യസഭാ അംഗങ്ങൾക്കും നിയമസഭാ അംഗങ്ങൾക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാനും തീരുമാനമായി. സംസ്ഥാനങ്ങളിൽ ചെറിയ പാർട്ടികളുമായി സഖ്യമുണ്ടാക്കാനും യോഗം തീരുമാനിച്ചു. തമിഴ്നാട്, മഹാരാഷ്ട്ര, പഞ്ചാബ് എന്നിവിടങ്ങളിൽ ഇതിനോടകം തന്നെ പ്രാദേശിക കക്ഷികളുമായി ധാരണയിലെത്താൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടിക്ക് കാര്യമായ സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് സീറ്റ് നേടാൻ പ്രാദേശിക സഖ്യങ്ങളിലൂടെ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന BJP പാർലമെന്ററി ബോർഡ് യോഗത്തിൽ പ്രമുഖ നേതാക്കളും പങ്കെടുത്തു. ന്യൂസ് 18 ഡൽഹി. കുമ്മനം രാജശേഖരനെ തിരിച്ചു കൊണ്ടുവരാനുള്ള തീരുമാനത്തിലൂടെ BJPയിൽ RSS നേതൃത്വം കൂടുതൽ പിടിമുറുക്കുകയാണ്. ഇതോടെ സംസ്ഥാന നേതൃത്വത്തിന് ബദലായി കുമ്മനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയ അധികാര കേന്ദ്രം രൂപപ്പെടാനുള്ള സാധ്യത ഏറി. കുമ്മനത്തിന്റെ തിരിച്ചുവരവിന് നിർണായക ചരട് വലിച്ചത് RSS നേതൃത്വമാണ്. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കുമ്മനത്തെ മിസോറാം ഗവർണറാക്കി പ്രത്യക്ഷ രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്തിയ തീരുമാനം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. കുമ്മനത്തിന്റെ അസാന്നിധ്യം സംസ്ഥാന BJPയിൽ വലിയ ദോഷമുണ്ടാക്കിയെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. ശബരിമല സമരങ്ങൾക്കിടെ കുമ്മനം വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തുമെന്ന സൂചനകളുണ്ടായെങ്കിലും അത് നടന്നില്ല. ഒടുവിൽ കുമ്മനം രാജശേഖരൻ തിരിച്ചെത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന സുപ്രധാന രാഷ്ട്രീയ കാലാവസ്ഥയിലാണ്. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി എന്നതിലുപരി BJPയുടെ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അച്ചുതണ്ട് ഇനി കുമ്മനം രാജശേഖരനെ കേന്ദ്രീകരിച്ചാവും. കുമ്മനത്തെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി വന്നാൽ അത് തിരുവനന്തപുരം പാർലമെന്റിന്റെ ചരിത്രത്തിൽ NDA നേടുന്ന ഒരു റെക്കോർഡ് വിജയമായിരിക്കും അത് എന്നുള്ളതിൽ സംശയമില്ല. BJP ഏറ്റവും വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി മോഹികൾ ഏറെയുണ്ടായിരുന്നു. ഇവരെയെല്ലാം നിരാശരാക്കിക്കൊണ്ടാണ് കുമ്മനം തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകാൻ പോകുന്നത്. കുമ്മനത്തിന്റെ ഒഴിവിൽ BJPയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷ പദത്തിനു വേണ്ടി നടന്ന ചരടുവലികളിൽ RSS നേതൃത്വത്തിന് കടുത്ത എതിർപ്പുണ്ടായിരുന്നു. നേതൃതലത്തിൽ നിലനിന്ന ഗ്രൂപ്പ് പോര് അടുത്തിടെ നടന്ന പുനഃസംഘടനയോടെ കൂടുതൽ ശക്തിപ്പെട്ടു. ഈയൊരു സാഹചര്യത്തിൽ കൂടിയാണ് കുമ്മനം രാജശേഖരൻ വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഹൈന്ദവ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് ഇത്തവണ നടത്താൻ പോകുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കുമ്മനത്തിന് പകരം മറ്റൊരു പേര് RSSന് കണ്ടെത്താനുമില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ മാത്രമല്ല, തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഓരോ ഘട്ടത്തിലും RSSന്റെ നേരിട്ടുള്ള ഇടപെടലായിരിക്കും ഇനി സംസ്ഥാന BJPയിൽ ഉണ്ടാകുക. പാർട്ടി പുനഃസംഘടനയിലൂടെ സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയ്ക്കെതിരെ രൂപപ്പെട്ട വിമത വിഭാഗം കൂടുതൽ ശക്തിപ്പെടും. ഗവർണർ സ്ഥാനം ഒഴിഞ്ഞുവരുന്ന കുമ്മനം രാജശേഖരൻ പാർട്ടിയുടെ സംസ്ഥാന നേതൃപദവിയിലേക്ക് എത്തുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ന്യൂസ് 18 തിരുവനന്തപുരം. പൊന്നാനി മണ്ഡലത്തിലെ കോൺഗ്രസ് ലീഗ് തർക്കം പരിഹരിക്കാൻ ഉപസമിതി. മണ്ഡലത്തിലെ പ്രാദേശിക പ്രശ്നങ്ങൾ UDFന് തിരിച്ചടിയാവുമെന്ന ഘട്ടത്തിലാണ് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം. അടിയന്തര ഇടപെടൽ വേണമെന്ന് മുസ്ലിം ലീഗും ആവശ്യപ്പെട്ടിരുന്നു. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ താനൂർ, പരപ്പനങ്ങാടി മേഖലകളിൽ കോൺഗ്രസ് ലീഗ് തർക്കം നിലനിൽക്കുന്നുണ്ട്. ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കോൺഗ്രസും CPMും ചേർന്ന ജനകീയ മുന്നണിയായിരുന്നു ഭരണം. ET മുഹമ്മദ് ബഷീറിനെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് യൂത്ത് കോൺഗ്രസ് പ്രമേയം പാസാക്കുന്ന ഘട്ടം വരെ കാര്യങ്ങളെത്തി. കോൺഗ്രസ് ലീഗ് തർക്കം CPM മുതലാക്കുമെന്ന് ഉറപ്പായപ്പോഴാണ് തിരക്കിട്ട ചർച്ച. യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് അതിൽ നിർവ്യാജ്യം, അതിൽ ഖേദിക്കുന്നു, അതിൽ അച്ചടക്ക ലംഘനമാണെന്ന കാര്യം അവർ അറിയിച്ചിട്ടുണ്ട്. അത് മുഖവിലക്കെടുത്തുകൊണ്ട് ഞാൻ ഓരോ ഭാഗത്തുനിന്ന്
ഒരു തെറ്റുപറ്റി എന്ന രൂപത്തിൽ തന്നെ അവർ കുറ്റമേറ്റ് പറഞ്ഞിട്ടുണ്ട്. ലീഗിനെതിരെ സാമൂഹ്യമാധ്യമങ്ങളിലൂടെയോ അല്ലാതെയോ പരസ്യ പ്രസ്താവനകൾ പാടില്ലെന്ന് യോഗത്തിൽ ധാരണയായി. തർക്കം പരിഹരിക്കാൻ 3-അംഗ സമിതിയെ നിയോഗിച്ചു. ആര്യാടൻ മുഹമ്മദ്, AP അനിൽകുമാർ, DCC പ്രസിഡന്റ് VV പ്രകാശ് എന്നിവരാണ് അംഗങ്ങൾ. പ്രാദേശിക തർക്കം പരിഹരിക്കാൻ വേറെയും ഉപസമിതികളുണ്ടാവും. പൊന്നാനിയിൽ നിങ്ങൾ കാത്തിരിക്കുക, നമുക്ക് കാണാം. ഇത്തവണ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് പൊന്നാനിയിലെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി വിജയിക്കാൻ പോവുകയാണ്. ജനമഹായാത്രയുടെ പൊന്നാനി മണ്ഡലത്തിലെ സ്വീകരണം ലീഗ് കോൺഗ്രസ് തർക്കം കാരണം പരാജയപ്പെട്ടെന്ന വിമർശനവും മുല്ലപ്പള്ളി യോഗത്തിൽ ഉയർത്തി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, UDF കൺവീനർ ബെന്നി ബെഹനാൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് 18 കോഴിക്കോട്. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപേ പാലക്കാടും മാലത്തൂരും ചുമരെഴുത്ത് പ്രചാരണം സജീവമാക്കി LDF. MP രാജേഷും PK ബിജുവും 3-ാം വട്ടവും മത്സരിക്കുമെന്ന് ഉറപ്പായതോടെയാണ് LDF പ്രവർത്തകർ പ്രചാരണം തുടങ്ങിയത്. നാളെയാണ് LDF പാലക്കാട് മണ്ഡലം കൺവെൻഷൻ. ഔദ്യോഗിക പ്രഖ്യാപനം വരാത്തതിനാൽ സ്ഥാനാർത്ഥികളുടെ പേരൊഴിവാക്കിയാണ് ചുമരെഴുത്തുകൾ. ആലത്തൂരിൽ PK ബിജുവും പാലക്കാട് MP രാജേഷും സ്ഥാനാർത്ഥികളാകുമെന്ന് ഉറപ്പായതോടെയാണ് ഈ മണ്ഡലങ്ങളിൽ പ്രവർത്തകർ പ്രചരണം തുടങ്ങിയത്. രണ്ടുപേരും ഹാട്രിക് വിജയം തേടി കളത്തിലിറങ്ങുമ്പോൾ പ്രവർത്തകരും ആത്മവിശ്വാസത്തിലാണ്. ഇരു മണ്ഡലങ്ങളിലും ഇത്തവണയും LDFന് വിജയം ആവർത്തിക്കാനാകുമെന്ന് MP രാജേഷ് പറഞ്ഞു. പാലക്കാട്, മാലത്തൂർ LDFനെ സംബന്ധിച്ച് കേരളത്തിലെ ഏറ്റവും ഉറച്ച കോട്ടകളാണ്. ഞാൻ ഇതിനു മുമ്പ് പലതവണ ആവർത്തിച്ചിട്ടുള്ളതുപോലെ ഏത് പ്രതികൂല സാഹചര്യത്തിലും LDFനൊപ്പം അടിയുറച്ചു നിന്ന മണ്ഡലങ്ങളാണ് ആലത്തൂരും പാലക്കാടും. അത് ഈ തെരഞ്ഞെടുപ്പിലും അക്കാര്യത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല എന്ന് വളരെ ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റും. LDF മണ്ഡലം കൺവെൻഷനുകൾക്കും നാളെ തുടക്കമാകും. പാലക്കാട് മണ്ഡലം കൺവെൻഷൻ നാളെ LDF കൺവീനർ A വിജയരാഘവനും ആലത്തൂർ മണ്ഡലം കൺവെൻഷൻ മാർച്ച് 12-ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഉദ്ഘാടനം ചെയ്യും. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ പാലക്കാടും ആലത്തൂരും ചുമരെഴുത്തുൾപ്പെടെയുള്ള പ്രചരണ പരിപാടികൾക്ക് തുടക്കമായി. നാളെ LDF കൺവെൻഷൻ കഴിയുന്നതോടുകൂടി പ്രവർത്തനം കൂടുതൽ സജീവമാകും. ക്യാമറമാൻ KM പ്രീതിനൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18 പാലക്കാട്. കാശ്മീരിലെ ബദ്ഗാമിൽ ഭീകരർ സൈനികനെ തട്ടിക്കൊണ്ടുപോയി. വസതിയിൽ നിന്നാണ് മുഹമ്മദ് യാസിൻ ഭട്ടിനെ തട്ടിക്കൊണ്ടുപോയത്. അവധിയിൽ വീട്ടിൽ പോയതായിരുന്നു സൈനികൻ. വീട്ടിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെയുള്ള വനമേഖലയിലേക്ക് സൈനികനെ കൊണ്ടുപോയതായാണ് സംശയം. സൈന്യം തെരച്ചിൽ നടത്തിവരികയാണ്. റഫാൽ രേഖകൾ മോഷണം പോയെന്ന വാദത്തിൽ മലക്കം മറിഞ്ഞ അറ്റോർണി ജനറൽ KK വേണുഗോപാൽ. രേഖകൾ മോഷണം പോയോ എന്നത് തീർത്തും തെറ്റായ കാര്യമാണ്. രേഖകളുടെ ഫോട്ടോ കോപ്പി പുറത്തുപോയി എന്നാണ് ഉദ്ദേശിച്ചതെന്നും അറ്റോർണി വാർത്താ ഏജൻസിയോട് പ്രതികരിച്ചു. കേന്ദ്ര പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ അറ്റോർണിയുടെ നിലപാട് ട്വിറ്ററിൽ പങ്കുവച്ചു. റഫാൽ രേഖകൾ മോഷ്ടിച്ചു. ഈ രേഖകളെ അടിസ്ഥാനമാക്കിയുള്ള സുപ്രീം കോടതിയിലെ പുനഃപരിശോധനാ ഹർജി തള്ളണം. ഇതാണ് അറ്റോർണി ജനറൽ KK വേണുഗോപാൽ ബുധനാഴ്ച സുപ്രീം കോടതിയെ അറിയിച്ചത്. രാജ്യം തന്റെ കയ്യിൽ സുരക്ഷിതമെന്ന് പറയുന്ന പ്രധാനമന്ത്രിക്ക് പ്രതിരോധ രേഖകൾ സൂക്ഷിക്കാൻ ആകുന്നില്ലെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രചാരണം. ഇതോടെയാണ് അറ്റോർണി ജനറലിന്റെ മലക്കം മറിച്ചിൽ. രേഖകൾ മോഷണം പോയെന്ന പ്രതിപക്ഷ പ്രചാരണം ശരിയല്ലെന്ന് വാർത്താ ഏജൻസിയോട് അറ്റോർണി ജനറൽ പറഞ്ഞു. രേഖകളുടെ പകർപ്പാണ് പുറത്തുപോയത്. സർക്കാർ രഹസ്യരേഖകളായി കണക്കാക്കുന്നവയുടെ പകർപ്പുകളാണ് പുനഃപരിശോധനാ ഹർജിയിൽ പ്രശാന്ത് ഭൂഷണും അരുൺ ഷൂറിയും യശ്വന്ത് സിൻഹയും ഉപയോഗിച്ചതെന്നും അറ്റോർണി ജനറൽ പറഞ്ഞു. രേഖകൾ മോഷ്ടിച്ചെന്ന സർക്കാർ വാദം പ്രധാനമന്ത്രിക്കെതിരായ തെളിവ് നശിപ്പിക്കാനാണെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മോഷണ വിവാദം സർക്കാരിനെതിരെ ആയുധമാക്കുമെന്ന ഉറപ്പായ സാഹചര്യത്തിൽ കൂടിയാണ് വ്യക്തത വരുത്തൽ നീക്കം. പുനഃപരിശോധനാ ഹർജികൾ 14-ാം തീയതി പരിഗണിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ കോടതിയിലും വിശദീകരണം ആവർത്തിച്ചേക്കും. ന്യൂസ് 18 ഡൽഹി. ആം ആദ്മി പാർട്ടി MLAയുടെ വീട്ടിൽ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ 2,56,00,000 രൂപ പിടികൂടി. ഉത്തം നഗർ MLAയായ നരേഷ് ബലിയാന്റെ വസതിയിലാണ് റെയ്ഡ് നടന്നത്. ചോദ്യം ചെയ്യാനായി MLAയെ കസ്റ്റഡിയിലെടുത്തതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന നരേഷിന്റെ കൈവശം കണക്കിൽപ്പെടാത്ത പണമുണ്ട് എന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. MLAയുടെ ഒപ്പമുണ്ടായിരുന്ന 2 പേരെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും മകൻ ആകാശ് ഇന്ന് വിവാഹിതനാകും. റോസറി ബ്ലൂ ഡയമണ്ട്സ് ഉടമ റസൽ മേത്തയുടെ മകൾ ശ്ലോക മേത്തയാണ് വധു. ബാദ്രയിലെ ജിയോ വേൾഡ് സെന്ററിലാണ് വിവാഹം. അൾജീരിയൻ പ്രസിഡന്റ് അബ്ദലീസ് ബോട്ട്ഫ്ലിക്കയ്ക്കെതിരെയുള്ള പ്രതിഷേധം രാജ്യത്ത് ശക്തമായി തുടരുന്നു. തലസ്ഥാനമായ അൾജേഴ്സിയയിലും മറ്റ് പ്രധാന നഗരങ്ങളിലും 10,000-കണക്കിന് പേർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. 200-ലധികം പേരെ സുരക്ഷാസേന അറസ്റ്റ് ചെയ്തതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 5-ാം തവണയും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുമെന്ന ബോട്ടിഫിക്കയുടെ പ്രഖ്യാപനമാണ് പ്രതിഷേധങ്ങൾക്ക് കാരണം.
20 വർഷമായി പദവിയിലുള്ള ബോട്ടിഫിക്ക സ്ഥാനമൊഴിയണമെന്നതാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകര സംഘടനയുടെ പ്രവർത്തകയായിരുന്ന ഷമീമ ഭീഗത്തിന്റെ മകൻ മരിച്ചതായി സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് സ്ഥിരീകരിച്ചു. IS-ൽ ചേരുന്നതിനായി UK-യിൽ നിന്നും സിറിയയിലേക്ക് കടന്ന ഷമീമയുടെ മകൻ ന്യൂമോണിയ ബാധയെ തുടർന്നാണ് മരിച്ചത്. 2015-ലാണ് ബ്രിട്ടീഷ് പൌരയായ ഷമീമ സിറിയയിലെത്തിയത്. നെതർലാൻഡ് സ്വദേശിയായ IS പോരാളി യാഗോയാണ് ഷമീമയുടെ ഭർത്താവ്. ഇയാളിപ്പോൾ സിറിയയിൽ തടവിലാണ്. പൌരത്വം റദ്ദാക്കിയതിനാൽ ഷമീമയ്ക്ക് തിരികെ UK-യിലേക്ക് മടങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. സിറിയൻ അഭയാർത്ഥി ക്യാമ്പിലാണ് ഇവരിപ്പോൾ ഉള്ളത്. വയനാട്ടിൽ മാവോയിസ്റ്റ് നേതാവ് CP ജലീൽ വെടിയേറ്റു മരിച്ച സംഭവത്തിൽ നിയമ നടപടിക്കൊരുങ്ങി ബന്ധുക്കൾ. ജീവനോടെ പിടികൂടാതെ വെടിവെച്ചു കൊന്നത് ആസൂത്രിതമാണെന്ന് ബന്ധുക്കളും മനുഷ്യാവകാശ പ്രവർത്തകരും ആരോപിക്കുന്നു. ലക്കിടി ഉപവൻ റിസോർട്ടിൽ മാവോയിസ്റ്റ് നേതാവ് CP ജലീലിനെ വെടിവെച്ചു കൊന്ന പോലീസ് നടപടിക്കെതിരെയാണ് ബന്ധുക്കൾ രംഗത്തു വന്നത്. ജീവനോടെ പിടിക്കാനുള്ള സാഹചര്യമുണ്ടായിട്ടും വെടിവെച്ചു കൊന്നത് ആസൂത്രിതമായിരുന്നെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. നിയമപരമായി മുന്നോട്ടു പോകും. ഭരണകൂടം നടത്തിയൊരു കൊലപാതകമാണിതെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. ആത്മരക്ഷാർത്ഥം വെടിവെക്കണ മുട്ടിന് തീരെ വെടിവെച്ച് വീഴ്ത്താവുന്നുള്ളൂ. തലക്കനെ വെടിവെക്കുന്നത് കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വളരെ കൃത്യമായി കൊല്ലുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പോലീസ് വന്നത് എന്നുള്ളത് ആദ്യം തന്നെ സംശയകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ലക്കിടി ഉപവൻ റിസോർട്ടിൽ പോലീസ് ആണ് ആദ്യം വെടിവെച്ചെന്ന റിസോർട്ട് ഉടമയുടെ വെളിപ്പെടുത്തൽ ഗൌരവമേറിയതാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകരും ചൂണ്ടിക്കാട്ടുന്നു. നിലമ്പൂർ വെടിവെപ്പിന് സമാനമാണ് ലക്കിടിയിൽ നടന്നതെന്നും മജിസ്റ്റീരിയൽ അന്വേഷണത്തിലൂടെ ഇത് പുറത്തുവരുമെന്നും ബന്ധുക്കൾ പറഞ്ഞു. ന്യൂസ് 18 കോഴിക്കോട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മുൻ ഇമാം ഷെഫീഖ് അൽ ഖാസിമിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കസ്റ്റഡി അപേക്ഷ നടപടിയിൽ പോലീസ് തെളിവെടുപ്പ് നടത്തും. ഖാസിമി ഉൾപ്പെടെ 5 പേരാണ് കേസിൽ പ്രതികൾ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വനത്തിൽ കാറിലെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നുവെന്ന മുഖ്യപ്രതി 1 മാസമായി ഒളിവിലായിരുന്നു. പ്രതിയെ മധുരയിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പിരിച്ചുവിട്ട എംപാനൽ ജീവനക്കാർക്ക് വീണ്ടും ഡ്യൂട്ടി നൽകാമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ഉറപ്പു നൽകുമ്പോഴും അത് എത്രത്തോളം പ്രായോഗികമാകുമെന്ന ആശങ്ക നിലനിൽക്കുന്നു. ഷെഡ്യൂൾ അനുസരിച്ച് നിലവിൽ സ്ഥിരം കണ്ടക്ടർമാർ തന്നെ 500-ലധികം പേർ കൂടുതലാണെന്നാണ് KSRTC-യിൽ. ഇവർ ലീവെടുത്ത ഒഴിവിൽ എത്ര പേർക്ക് ജോലി ലഭിക്കുമെന്നത് തന്നെയാണ് പ്രധാന ചോദ്യം. 11,366 കണ്ടക്ടർമാരാണ് നിലവിൽ KSRTC-യിലുള്ളത്. ബസ്സുകളുടെയും ഷെഡ്യൂളുകളുടെയും എണ്ണം അനുസരിച്ച് 10,846 കണ്ടക്ടർമാർ മതിയാകും KSRTC-യിൽ മുടങ്ങാതെ ബസ്സുകൾ ഓടാൻ. അതായത് 520 കണ്ടക്ടർമാർ ഇപ്പോൾ തന്നെ കൂടുതലാണ്. സ്ഥിരം കണ്ടക്ടർമാരെ ഫലപ്രദമായി വിന്യസിച്ചാൽ KSRTC-യിൽ ഷെഡ്യൂളുകൾ മുടങ്ങില്ല. സ്ഥിരം ജീവനക്കാരെ ഫലപ്രദമായി പുനർവിന്യസിക്കണമെന്ന സുശീൽ ഖന്ന റിപ്പോർട്ട് നടപ്പാക്കുക കൂടി ചെയ്താൽ സ്ഥിരം ജീവനക്കാരെ ഉപയോഗിച്ച് തന്നെ ഷെഡ്യൂളുകൾ പൂർണ്ണമായി നടത്താനാകും. എന്നാൽ സ്ഥിരം ജീവനക്കാരിൽ 800-ലധികം പേർ പല കാരണങ്ങളാലും ദീർഘകാല അവധിയിലാണ്. ആകെ പിരിച്ചുവിടപ്പെട്ടത് 4,071 എംപാനൽ കണ്ടക്ടർമാരാണ്. ഇവരിൽ ഭൂരിഭാഗം പേർക്കും 5 വർഷത്തെ പ്രവൃത്തി പരിചയവുമുണ്ട്. വീണ്ടും പട്ടിക തയ്യാറാക്കിയാലും പിരിച്ചുവിട്ടവരെല്ലാം ഇതിൽ ഉൾപ്പെടുകയും ചെയ്യും. ദീർഘകാലാവധിയിലുള്ള 800 പേരുടെ ഒഴിവിൽ എത്ര എംപാനൽ കണ്ടക്ടർമാർക്ക് ജോലി നൽകാനാവുമെന്നത് തന്നെയാണ് പ്രധാന ചോദ്യം. ഒഴിവ് വരുമെന്ന് തന്നെയാണ് മന്ത്രിയും എംപാനൽ ജീവനക്കാരും കരുതുന്നത്. ഇപ്പോൾ അവർ ഇന്നത്തെ ചർച്ചയിൽ അവർക്ക് തൃപ്തിയുണ്ടായി. ആ തൃപ്തിയുടെ അടിസ്ഥാനത്തിൽ അവർ സമരം പിൻവലിച്ചു. ഒരു സമരത്തിൻ്റെ ഘട്ടത്തിൽ തൃപ്തികരമായതും അല്ലാത്തതുമായ പല നിർദ്ദേശങ്ങളും ഉയർന്നു വരും. PSC അഡ്വൈസ് ചെയ്ത 3,941 പേരിൽ 1,421 പേർ ജോലിയിൽ പ്രവേശിച്ചതിനു പുറമെ 61 പേർ ജോലിക്കെത്താൻ സാവകാശം തേടുകയും ചെയ്തിട്ടുണ്ട്. വിദേശത്ത് ലീവ് എടുത്ത് ജോലി ചെയ്യുന്ന 52 പേർ തിരികെ ജോലിയിൽ പ്രവേശിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടി കണക്കാക്കിയാൽ സാധ്യത വീണ്ടും കുറയും. എന്തായാലും പിരിച്ചുവിട്ട എംപാനൽ ജീവനക്കാർ പ്രതീക്ഷയിലാണ്. സജീവമായി സമരത്തിനുണ്ടായിരുന്നവർക്കെങ്കിലും ജോലി ലഭിക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ന്യൂസ് 18 തിരുവനന്തപുരം. രാജ്യത്തെ ആദ്യ കണ്ടെയ്നർ ഉൾനാടൻ ജലഗതാഗതത്തിന് പച്ചക്കൊടി. കൊച്ചിയിൽ നിന്നും കോട്ടയത്തേക്കാണ് ചരിത്രയാത്രയ്ക്ക് തുടക്കമായത്. പ്രവർത്തനം ആരംഭിച്ച് പതിറ്റാണ്ട് പൂർത്തിയായെങ്കിലും കരയിലൂടെ കണ്ടെയ്നർ നീക്കം നടത്താനായിരുന്നു കോട്ടയം തുറമുഖത്തിന്റെ നിയോഗം. എന്നാൽ പോർട്രസ്റ്റും അനുബന്ധ വകുപ്പുകളും കൈകോർത്തതോടെ ചരിത്രം വഴിമാറി. കോട്ടയത്തേക്കുള്ള ചരക്കുകളുമായി ആദ്യ ബാർജ് തുറമുഖം വിട്ടു. ദേശീയ ജലപാത 1-നെയും 3-നെയും ബന്ധിച്ചുള്ള ചരക്ക് നീക്കം ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ആദ്യത്തേതാണ്. This is 40% cheaper
more than 40% cheaper when compared to road. Apart from decongesting the road, you are able to move the containers at a much lower price. തണ്ണീർമുക്കം ബണ്ടിലെ ചീപ്പുകൾ പൂർണ്ണമായി തുറക്കാത്തതിനാൽ 4 കണ്ടെയ്നറുകൾ വരെയാണ് ആദ്യഘട്ടത്തിൽ കോട്ടയം തുറമുഖത്തേക്ക് പോകുന്നത്. ആഴ്ചകൾക്കുള്ളിൽ ഇത് 40ആയി ഉയർത്താനാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ഡൊമസ്റ്റിക് കാർഗോസ് നമ്മൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അത് വലിയൊരു ബ്ലെസ്സിംഗ് തന്നെയാണ്. കോട്ടയം സെൻട്രൽ ട്രാവൻകൂർ ഏരിയയിലോട്ടുള്ള റോഡിലെ കൺജഷൻ എന്നുവെച്ചാൽ നാരോ റോഡ്സിൽ നിന്ന് ഇത് വെള്ളത്തിലോട്ട് വരുന്നത് വലിയൊരു ഇത് തന്നെയാണ്. മാക്സിമം ഉൾനാടൻ ജലഗതാഗത പാത ഉപയോഗിക്കാനാണ് നമ്മുടെ ശ്രമം. കരമാർഗത്തെ അപേക്ഷിച്ച് പണച്ചെലവിൽ 40% കുറവാണ് ജലമാർഗമുള്ള ചരക്ക് നീക്കത്തിന്. കോട്ടയം എറണാകുളം റൂട്ടിലെ ഗതാഗത തിരക്കിനും ജലപാത വഴിയുള്ള ചരക്ക് നീക്കം വലിയ ആശ്വാസമാകും. ന്യൂസ് 18 കൊച്ചി. പോലീസിൽ എടാപോടാ വിളി വേണ്ട എന്ന ഇടുക്കി ജില്ലാ പോലീസ് മേധാവി. സഹപ്രവർത്തകരെ സാർ, മാഡം എന്ന് അഭിസംബോധന ചെയ്യണമെന്നും സർക്കുലർ. ഇത്തരമൊരു ഉത്തരവ് ഇറങ്ങിയെങ്കിലും എല്ലാ ജില്ലകളിലും ഇതാണ് അവസ്ഥയെന്ന് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. വനിതാ മിനിസ്റ്റീരിയൽ ഓഫീസർമാർ പോലീസ് ഉദ്യോഗസ്ഥരുടെ റാങ്കോ സീനിയോറിറ്റിയോ നോക്കാതെ പേര് വിളിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത് ഒഴിവാക്കണമെന്നും ഇടുക്കി പോലീസ് മേധാവി നിർദ്ദേശിക്കുന്നു. ASI റാങ്കിന് മുകളിലുള്ള ചില ഓഫീസർമാർ നിസ്സാര പരിഗണനകൾക്കായി മിനിസ്റ്റീരിയൽ ജീവനക്കാരെ സല്യൂട്ട് ചെയ്യുന്നതായും ഇത് സേനയ്ക്കാകെ നാണക്കേടാണെന്നും സർക്കുലറിലുണ്ട്. ഓഫീസ് സംബന്ധമായ പരാതികളുണ്ടെങ്കിൽ ജില്ലാ ആസ്ഥാനത്തെ പോലീസ് ഹെൽപ്പ് ഡെസ്കിനെ സമീപിക്കണം. പോലീസ് ഉദ്യോഗസ്ഥരും മിനിസ്റ്റീരിയൽ ജീവനക്കാരെ സർ, മാഡം എന്ന് അഭിസംബോധന ചെയ്യണം. നന്നായി പെരുമാറുന്നത് സംബന്ധിച്ച് മിനിസ്റ്റീരിയൽ ജീവനക്കാർക്ക് ഈ മാസം 20 മുൻപ് ക്ലാസ് നൽകണമെന്നാണ് സർക്കുലറിൽ പറയുന്നത്. ജീവനക്കാർ ഡ്യൂട്ടി സമയം കഴിയുന്നതിന് മുൻപ് മുങ്ങുന്നത് അനുവദിക്കില്ല. ക്ലാസ് 4 ജീവനക്കാരും താൽക്കാലിക ശുചീകരണ തൊഴിലാളികളും പോലീസ് ഉദ്യോഗസ്ഥരെ പേര് വിളിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത് ഒഴിവാക്കണമെന്നും സർക്കുലറിൽ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. വെന്തുരുകി കേരളം. വേനൽ കടുക്ക് മുമ്പ് വരണ്ടുണങ്ങി കോൾ നിലങ്ങൾ. തൃശൂർ പൊന്നാനി കോൾ നിലങ്ങളാണ് കടുത്ത വരൾച്ചയെ അഭിമുഖീകരിക്കുന്നത്. പൊന്നാനി കോൾ നിലത്തെ പ്രധാന ജലസ്രോതസ്സായ നൂറടിത്തോട്ടിൽ ജലനിരപ്പ് താഴ്ന്നതോടെയാണ് വയൽ വരണ്ടുണങ്ങിയത്. ഏത് കടുത്ത വേനൽക്കാലത്തും വെള്ളം സുലഭമായിരുന്നു പൊന്നാനിയിലെ കോൾ മേഖലയിൽ. ജലക്ഷാമം കാരണം കൃഷി കരിയുന്നത് ഇവിടെ അപൂർവമാണ്. പക്ഷേ ഈ കാഴ്ചകൾ കർഷകന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്നു. നെല്ല് മുളപൊട്ടും മുമ്പേ നിലം വരണ്ടുണങ്ങി. പൊന്നാനി കോൾ മേഖലയിലെ നൂറടിത്തോടിന്റെ കൈവഴിയിലേക്ക് വെള്ളമെത്താത്തതാണ് പ്രതിസന്ധിയായത്. വെള്ളമിരിക്കാൻ നൂറടിത്തോടിൽ വെള്ളമില്ല. അതിൽ വെള്ളം കുറയുമ്പോൾ പിന്നെ അവിടെ നിന്നാണ് നമ്മൾ വെള്ളം കൊണ്ടുവരിക. അത് ആ കനാൽ വഴിയാണ് കൊണ്ടുവരുന്നത്. ഇപ്പം നൂറടിത്തോടിൽ വെള്ളം താഴ്ന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു നിവൃത്തിയില്ല അവിടെ നിന്ന് കൊണ്ടുവരാൻ. 11 ഏക്കർ പണിയെടുത്തതിൽ ആകെ 4 ഏക്കർ എനിക്ക് ശരിയായി വന്നിട്ടുള്ളൂ. അതിനുള്ള വെള്ളം ഇപ്പോൾ ഉള്ളൂ. ബാക്കി 7 ഏക്കറിൽ വെള്ളം കൊടുക്കാതെ ഉണങ്ങിക്കെടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. വരൾച്ചയുടെ സൂചന മാത്രമാണിത് എന്നും വേനൽ മഴ കിട്ടിയില്ലെങ്കിൽ കോൾ മേഖലയിൽ വലിയ നഷ്ടമുണ്ടാകുമെന്നും കർഷകർ. ഏകദേശം 7200 ഏക്കറോളം കൃഷി ചെയ്തിട്ടുള്ള പൊന്നാനി കോൾ മേഖലയിൽ ഈ രീതിയിൽ മഴ ലഭിക്കാതെ പോവുകയാണെങ്കിൽ ഉദ്ദേശം ഒരു 1000ഓളം ഏക്കർ നെൽകൃഷിയെ കാര്യമായി ബാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ചോർച്ച അടയ്ക്കാനായാൽ വേനലിൽ കോൾ മേഖല ഇത്ര വലിയ പ്രതിസന്ധിയെ നേരിടേണ്ടി വരില്ലായിരുന്നു. പ്രയോജനമില്ലാത്ത പദ്ധതിയായി റെഗുലേറ്റർ കം ബ്രിഡ്ജ് തുടരുമ്പോൾ ആശ്വാസമായി വേനൽ മഴ എത്തുമെന്ന പ്രതീക്ഷ മാത്രമാണ് നെൽകർഷകർക്കുള്ളത്. മീനമാസം തുടങ്ങും മുമ്പേ പൊന്നാനി കോൾ മേഖലയിലെ പാടങ്ങൾ വിണ്ടുകീറിക്കഴിഞ്ഞു. വരാനിരിക്കുന്ന വേനൽ അതിരൂക്ഷമാകുമെന്ന മുന്നറിയിപ്പ് നൽകുന്നതാണ് ഈ കാഴ്ചകൾ. പൊന്നാനി കോൾ മേഖലയിൽ നിന്നും അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.